മഞ്ജു വാര്യരെ ഒരു നോക്ക് നേരിട്ടൊന്ന് കാണണം. അത് വലിയൊരാഗ്രഹം തന്നെയായിരുന്നു. അതാണ് ഈ തിക്കും തിരക്കും ഒന്നും നോക്കാതെ ഇവിടെ എത്തിയത്. അപ്പോൾ കാണാൻ പറ്റി. വളരെ താഴ്മയോട് കൂടിയിട്ടുള്ള ആ ഒരു സംസാരവും ലളിതമായിട്ടുള്ള ഡ്രസ്സും എന്തൊരു വിനയമാണ്. വലിയ സന്തോഷമായി. ഷൂട്ടിങ്ങിന് പോയാലും ഞാൻ അറിയാതെ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അടുത്ത് കുടുംബശ്രീ ചേച്ചിമാരുടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ അറിയാതെ ചോദിക്കാറുണ്ട്. കാരണം പല സ്ഥലത്തെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സ്വന്തം വീട്ടിലെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഏറ്റവും നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അമ്മമാർ സ്വന്തം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതേ കൈപുണ്യത്തോടു കൂടി, അതേ സ്നേഹത്തോടു കൂടി, അതേ ഒരു എന്താ പറയുക, അത്രയും നന്മയോടെയും ഇഷ്ടത്തോടെയും കൂടിയാണ് കുടുംബശ്രീ ചേച്ചിമാർ അതൊക്കെ ചെയ്യാറെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ ഭക്ഷണത്തിൻ്റെ മേഖല മാത്രമല്ല, എത്രയോ നമ്മുടെ ജോലി അന്വേഷിച്ച് പോവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വലിയ വിദ്യാഭ്യാസം നേടി വലിയ വലിയ ജോലികളിൽ ഇരിക്കുക എന്നുള്ളൊരു സങ്കല്പം എവിടെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനൊക്കെ വിപരീതമായി ഏത് തരത്തിലുള്ള ജോലി, ഏത് ചെറിയ ജോലിയാണെങ്കിൽ പോലും ഏറ്റവും ആത്മാർത്ഥമായും അത്രയും തലയെടുപ്പോടുകൂടിയും ചെയ്യാം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ ചേച്ചിമാർ. നിങ്ങളുടെയൊക്കെ ഒരു ദിവസത്തെ ഒരു സേവനമില്ലെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ എത്ര ബുദ്ധിമുട്ടും എന്നുള്ളത് നിങ്ങളാണ് തിരിച്ചറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നും ഇല്ലാതെ ഈ സമൂഹത്തിന് ഒരു ജീവിതമില്ല, ഒരു മുന്നോട്ടുള്ളൊരു യാത്രയുമില്ല. അപ്പോൾ ഈ ഒരു നാട്ടിൽ ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഈ ഒരു മേള ഇത്രയും ഒരു കെട്ടുറപ്പോടുകൂടി തലയെടുപ്പോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ രാജേഷ് സാറിൻ്റെയൊക്കെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ തൃത്താലയിലാണ് ഈ സമാപന ചടങ്ങ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത എനിക്ക് ഒരുപാട് വലിയ സന്തോഷം നൽകുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും മനസ്സ് നിറഞ്ഞ സ്നേഹവും ബഹുമാനവും അറിയിക്കുകയാണ്. കുടുംബശ്രീ ചേച്ചിമാരോട് ഞാൻ എൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നൽകാനും ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. സന്തോഷവും ആരോഗ്യവും മനസമാധാനവുമുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ലല്ലോ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഒരുപാട് 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 സ്നേഹം. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ കിട്ടി, ഒരുപാട് സ്നേഹം നിറഞ്ഞ പുഞ്ചിരികൾ കിട്ടി. അപ്പോൾ തിരിച്ചങ്ങോട്ടും മനസ്സ് നിറഞ്ഞ 10,000 മടങ്ങ് സ്നേഹവും 10,000 മടങ്ങ് ഉമ്മകളും തിരിച്ചങ്ങോട്ട് തരിക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് മഞ്ജു ചേച്ചി. അടുത്തതായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർക്ക് കുടുംബശ്രീ മിഷൻ വക ആദരവ് കൈമാറുന്നത് കുടുംബശ്രീ സൂപ്പർ സ്റ്റാറുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളായിട്ടല്ല മഞ്ജു വാര്യരെ കേരളം മലയാളികൾ കാണുന്നത്. നിലപാടുള്ള ഒരു ധീരയായ വനിത എന്ന നിലയിൽ കൂടിയാണ് മഞ്ജു വാര്യരെ കാണുന്നത്. അതിനുള്ള ബഹുമതി കൂടിയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത്. ഈ തൃത്താലയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അംഗങ്ങളായ 4 മലയാളി വനിതകളിൽ ഒരാൾ ആനക്കര വടക്കത്ത് തറവാട്ടിലെ അമ്മു സ്വാമിനാഥൻ ഈ തൃത്താലക്കാരിയാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിൽ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പൊരുതിയ, കഴുത്തിൽ സ്റ്റെതസ്കോപ്പും കയ്യിൽ തോക്കുമേന്തി ലോക സൈനിക ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈനിക റെജിമെന്റിനെ നയിച്ച വനിത ഡോക്ടർ ക്യാപ്റ്റൻ ലക്ഷ്മി സൈകൾ ഈ തൃത്താലയിലെ ആനക്കര വടക്കത്ത് തറവാട്ടുകാരിയാണ്. അങ്ങനെയുള്ള ധാരാളം വനിതകളെ, വീരാംഗനകളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ തൃത്താല. അതുപോലെ ഈ കുറ്റമറ്റ നിലയിൽ മനോഹരമായി നിറവേറ്റിയിട്ടുള്ള ഒരു പ്രസ്ഥാനം. എല്ലാ പ്രതിസന്ധികളിലും കുടുംബശ്രീ കേരളത്തിന് താങ്ങായി നിന്നിട്ടുണ്ട് എന്നത് അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്.